ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു പുഡിംഗ്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുഡിംഗ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഇത് ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ച് ചൂടായ ശേഷം 1 ലിറ്റർ പാൽ, ഏകദേശം 4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഈ പുഡിംഗ് ഒരു ബ്രെഡ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും പക്ഷെ നമുക്കത് സ്ലൈസ് ചെയ്ത് കഴിക്കുമ്പോൾ ബ്രെഡ് വെച്ചുണ്ടാക്കിയത് എന്ന് തോന്നത്തൊന്നുമില്ല. അപ്പോൾ ഇതാണ് ക്യാരമൽ കസ്റ്റേർഡിൻ്റെ പൗഡർ. ഇങ്ങനെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ പൗഡർ, ക്യാരമൽ പൗഡർ മാത്രമാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ആ പൗഡർ എടുത്തിട്ട് നമ്മൾ ഈ പാലിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ 2 പാക്കാണ് ഉണ്ടാവുക. ഒരു ക്യാരമലും ഉണ്ടാവും, ഒരു പൗഡറിൻ്റെ പാക്കും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പൗഡറിൻ്റെ പാക്കാണ് ഇവിടെ എടുക്കുന്നത്. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനെപ്പോഴും ഇത് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഡയറക്റ്റായിട്ട് തന്നെയാണ് പൗഡർ ചേർത്ത് കൊടുക്കാറ്. എനിക്കങ്ങനെ കട്ട പിടിച്ചിട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പാല് പുറത്തോട്ടെടുത്ത ശേഷം അതിൽ ഈ പൗഡർ കലക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ഒരു 1/2 ക്യാൻ കണ്ടൻസ്ഡ് മിൽക്ക് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനതും കുറച്ച് ബാക്കി മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ 2-3 മിനിറ്റ് തിളച്ചിട്ട് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഈ ബ്രെഡ് പുഡിങ്ങിൻ്റെ ബ്രെഡിൻ്റെ സ്ലൈസസ് തയ്യാറാക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടോട്ടൽ ഒരു 17 ബ്രെഡ് പീസസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബ്രെഡ് പീസസിൻ്റെ അരികെല്ലാം ഇതുപോലുള്ള ബ്രൗൺ പാർട്ടൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് കളയാം. ഇനി ഞാൻ ഈ ബ്രെഡിൻ്റെ സ്ലൈസസിനെ 4 പീസാണ് ആക്കുന്നത്. അപ്പം ഒരു ബ്രെഡ് 4 പീസ്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ ബാക്കി ബ്രെഡിൻ്റെ പീസസും ചെയ്തെടുക്കാം. ഇനി പുഡിംഗ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലോട്ട് നമ്മൾ ഈ പീസാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് പീസസ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഗ്യാപ്പൊന്നും ഇല്ലാതെ ഫില്ല് ചെയ്യണം. 2 ലെയറായിട്ട്. ആദ്യം ഒരു ലെയർ വയ്ക്കുക, പിന്നെ അതിൻ്റെ മുകളിൽ ബാക്കിയൂടി ബ്രെഡ് പീസസ് വയ്ക്കുക. അങ്ങനെ 2 ലെയറാണ് ബ്രെഡ് പീസസ് വരിക. അങ്ങനെ ബ്രെഡിൻ്റെ സ്ലൈസസ് എല്ലാം ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ക്യാരമലിൻ്റെ മിക്സ്ചർ, പാലിൻ്റെ മിക്സ്ചർ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടോടെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ബ്രെഡിൻ്റെ എല്ലാ സൈഡ്സിലും എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് റാപ്പ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഇത് കൂളായി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിൻ്റെ മുകളിൽ ഒരു ടോപ്പിംഗ് വേണം. അപ്പോൾ ആ ടോപ്പിംഗ് തയ്യാറാക്കി എടുക്കാം.
ഇനി ടോപ്പിംഗ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്തിട്ട് അതിലോട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. ഇനി അതിലോട്ട് 1 ക്യാന് നെസ്ലയുടെ ക്രീം. ഞാൻ നെസ്ലെ ആണ് എപ്പോഴും ഉപയോഗിക്കാറ്. നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമൂലിൻ്റെയൊക്കെ ബ്രാൻഡ് കിട്ടും, അത് ചേർത്ത് കൊടുക്കുക. ഇത് ഒരു 150 ഗ്രാമിൻ്റെ ഒരു ക്യാനാണ്. കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ബീറ്റർ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഇത് ക്രീമായിട്ട് ഫോം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നാൽ മാത്രം മതി. അതുപോലെ ഇതിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ ഈ ഒരു മധുരം മതി. അപ്പം കുറച്ചുകൂടെ അധികം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പൗഡർ ഷുഗർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസസൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ ടോപ്പിംഗ് നമുക്ക് ആ ബ്രെഡ് പീസസിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ ബാക്കിയുണ്ടായിരുന്ന ക്യാരമൽ സിറപ്പ് നമുക്കൊന്ന് ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. നിങ്ങൾ അതിലുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഒരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കൂടെ വരും. അപ്പോൾ അതുകൂടി ഗ്രേറ്റ് ചെയ്ത് ചേർത്ത ശേഷം ഞാനിതൊന്ന് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂർ തണുക്കാൻ വേണ്ടി വയ്ക്കും. അപ്പോൾ നമ്മുടെ ക്യാരമൽ ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനിനി ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെക്കും. അതിനുശേഷമാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ക്യാരമൽ ബ്രെഡ് പുഡിംഗ് എന്ന് പറയുന്നതിലൊക്കെ മുട്ട വരുന്നതാണ്. അപ്പോൾ ഇതിൽ മുട്ടയൊന്നും ഇല്ല. അപ്പോൾ മുട്ട കഴിക്കാത്തവർക്കുമൊക്കെ ഈ ഒരു പുഡിംഗ് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാനും. അതേപോലെ തന്നെ നമ്മളിത് സ്ലൈസ് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് തോന്നില്ല ഇതിൻ്റെ ഉള്ളിൽ ബ്രെഡ് ഉണ്ട് എന്ന്. അതുപോലെ ഒരു സോഫ്റ്റായിട്ടുള്ളൊരു പുഡിങ്ങാണിത്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അതേപോലെ നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, വീഡിയോ കമൻറ്റ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും ബൈ.